SFIയുടെ പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിച്ച ദിവസം അന്ന് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ ഔദ്യോഗിക അവധി നൽകിയെന്നൊരു പരാതിയുണ്ട്. അവധിയെ അറിയിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇമെയിൽ സന്ദേശം നൽകി. രജിസ്ട്രാറുടെ നടപടി ചട്ടലംഘനമെന്നാണ് ABVPയുടെ പരാതി. VCയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി നൽകിയതെന്നാണ് ആരോപണം. ABVP പ്രവർത്തകർ VCയുടെ കോലം കത്തിക്കുകയും ചെയ്തു. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, എന്താണ് സംഭവിച്ചത്? വിനീത, ഇന്നലെ SFIയുടെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധവും പഠിപ്പ് മുടക്ക് സമരമൊക്കെ നടന്നിരുന്നു. കോളേജുകളിലും അതോടൊപ്പം തന്നെ സ്കൂളുകളിലൊക്കെ അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെ കേരള കേന്ദ്ര സർവകലാശാലയിലും SFIയുടെ പ്രതിഷേധ പ്രകടനവും സമരമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സർവകലാശാല രജിസ്ട്രാർ ഇത്തരത്തിൽ ഔദ്യോഗികമായ അവധി പ്രഖ്യാപിച്ചത്. അത് സർവകലാശാല VCയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് ABVP ആരോപിക്കുന്നത്. അവധി പ്രഖ്യാപിച്ചു മാത്രമല്ല, അത് ഇമെയിൽ സന്ദേശമായി ഡിപ്പാർട്ട്മെന്റ് മേധാവികൾക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും അത് നൽകുകയും ചെയ്തു. അത് ചട്ടലംഘനമാണ് എന്നതാണ് ABVP ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പഠിപ്പ് മുടക്കിന്റെ സമരത്തിന്റെ ഒക്കെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് മുടക്കാം, അതോടൊപ്പം തന്നെ കോളേജ് വിടുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഔദ്യോഗികമായി സർവകലാശാലക്ക് അവധി പ്രഖ്യാപിക്കുന്നത് അത് ശരിയല്ല. അത് SFIയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ചെയ്തതാണ് എന്നതാണ് ABVP ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ABVP വലിയ പ്രതിഷേധത്തിലേക്ക് പോയത്. VCയുടെ കോലം കത്തിച്ചാണ് ABVP പ്രതിഷേധിക്കുകയും ചെയ്തത്. അതിൽ മറ്റൊരു കാര്യം, ഈ VCക്കെതിരെ ഇത്രയും കാലം പ്രതിഷേധിച്ചതും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ചതും SFI ആണ്. RSSന്റെ പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അതേ VCക്കെതിരെയാണ് SFIയെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ABVP പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്.